സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിലെ നൂറുകണക്കിന് വൈദികരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത്. ആ വൈദികരെല്ലാം പറയുന്നതും ചോദിക്കുന്നതുമായ കാര്യങ്ങളിതാണ്. സീറോ മലബാർ സഭയിലെ 2 കർദിനാളുമാരും അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അർപ്പിക്കുന്നതും ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. സീറോ മലബാർ സഭയിലെ 60ഓളം വരുന്ന എല്ലാ രൂപതാ മെത്രാന്മാരും അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. സീറോ മലബാർ സഭയിലെ 10,000-ഓളം വരുന്ന വൈദികരിൽ 9,700-ഓളം വൈദികരും അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. സീറോ മലബാർ സഭയിലെ 50 ലക്ഷത്തോളം വരുന്ന ദൈവജനത്തിൽ 45 ലക്ഷം ദൈവജനവും പങ്കെടുക്കുന്നതും അർപ്പിക്കുന്നതും ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എറണാകുളത്തെ 300ഓളം വൈദികര് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാതിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം ആർക്കും തന്നെ ലഭിക്കുന്നില്ല. എന്നാൽ ഈ 300ഓളം വൈദികർ ഞങ്ങളുടെ, അതായത് മറ്റു രൂപതകളിൽ എവിടെ ചെന്നാലും അവിടെ ഇവർ അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സാഹചര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്നത് എന്ന് എല്ലാ രൂപതയിലെയും വൈദികർ ചോദിക്കുകയാണ്. അവർ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം ഇതാണ്: ഞങ്ങൾ ഒരു സഭാ സംവിധാനത്തിന്റെ കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കിതിനെതിരെ പ്രതികരിക്കാനോ ഞങ്ങൾക്കിതിനെതിരെ സമൂഹത്തിൽ സംസാരിക്കാനോ ഉള്ള അവകാശമോ അധികാരവുമോ ഇല്ല. ഞങ്ങൾ ഒരു രൂപതയുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുവായി ഇതേക്കുറിച്ച് പറയാനോ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ഞങ്ങൾക്ക് അവകാശമില്ല. പിന്നെ ആർക്കാണ് അവകാശം? അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഇത് പരിഹരിക്കാനുള്ള ഏകമാർഗം മെത്രാൻ സമിതിയാണ്, സിനഡാണ്. അവരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. ഈ വരുന്ന സിനഡിലെങ്കിലും ഇതിന് ഒരു പരിധിവരെ ഒരു സമാധാനം കണ്ടെത്തി ഈ വിഷയം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സിനഡ് പിതാക്കന്മാർക്ക് കഴിയുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഈ വരുന്ന സിനഡ് പിതാക്കന്മാർക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി സത്യസന്ധമായി നീതിയുക്തമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന, സഭയിൽ നിലനിൽക്കുന്ന ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിച്ച് അവസാനിപ്പിക്കാൻ വേണ്ട ശക്തിയും കൃപയും ധൈര്യവും സിനഡ് പിതാക്കന്മാർക്ക് ലഭിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികരുടെ അറിയിപ്പും അവരുടെ അഭിപ്രായവും. നമുക്കും ഈ വൈദികരോടൊപ്പം ചേർന്ന് നമുക്കും പ്രാർത്ഥനയിലായിരിക്കാം. ഈ വരുന്ന സിനഡിലെങ്കിലും എറണാകുളത്തെ കുർബാന പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ എറണാകുളത്തെ വൈദികരുടെ മനസ്സിൽ ഒരു മനപരിവർത്തനം ഉണ്ടാകുന്നതിനു വേണ്ടിയും സിനഡിന് ധീരമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയും ഈ വിഷയം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും നമുക്കെല്ലാവർക്കും കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്.